ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. നമ്മൾ ഇന്ന് ജസ്റ്റ് എൻ്റെ സപ്ലിമെൻറ്റ്സ് ഞാൻ എങ്ങനെ ത്രൂ ഔട്ട് ദ ഡേ, ഇപ്പോൾ എനിക്ക് ഇന്ന് ജോലിയില്ല, അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് എല്ലാം കറക്റ്റായ ടൈമിൽ ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ ഈ EAAs, മൾട്ടി വൈറ്റമിൻസ്, omega 3s അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ത്രൂ ഔട്ട് ദ ഡേ കറക്റ്റായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻ ദ ഫ്യൂച്ചർ ലൈക്ക് സപ്ലിമെൻറ്റ്സ് ഒന്നുമില്ലാതെ ലെറ്റ്സ് സേ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രം സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്ത് ബാക്കി ഫുഡിൽ നിന്ന് എടുക്കാനാണ് ഇൻ ദ ഫ്യൂച്ചർ എനിക്ക് പ്ലാൻ. പക്ഷേ ലെറ്റ്സ് സേ നമുക്ക് ട്രാവലിങ്ങിനൊരു കേസ് വന്നു, അപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റുന്നത്ര ഫുഡ് കുക്ക് ചെയ്തുകൊണ്ട് പോവുക, പറ്റാത്ത കേസിൽ മാത്രം വേ പ്രോട്ടീൻസ് യൂസ് ചെയ്യുക. ഈ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞിരുന്നു, പെട്ടെന്ന് എനിക്ക് എടുക്കേണ്ട ഒരു ഡിസിഷൻ ആയിരുന്നുകൊണ്ട് ഞാൻ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കട്ട് ചെയ്തതും എൻ്റെ ഇനീഷ്യൽ കാലറിയിൽ നിന്ന് ഞാൻ കുറച്ച് വന്നതും കമ്പാരിറ്റീവ്ലി ഇത്തിരി സ്പീഡായിരുന്നു. എന്നുവെച്ചാൽ അൺഹെൽത്തി വേയിലല്ല, ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ചോളം ഇച്ചിരി സ്പീഡാണ്. അപ്പോൾ എനിക്ക് കട്ടിങ്ങിന് ടൈം കിട്ടുവാണെങ്കിൽ ഒരു 6 to 8 months ബിഫോർ കോമ്പറ്റീഷൻ കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പം ഇപ്രാവശ്യം അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് സപ്ലിമെൻറ്റ്സ് റിലേ ചെയ്യേണ്ടി വന്നത് ലാസ്റ്റ് മൊമെൻറ്റ്സിൽ. കാരണം എനിക്ക് കുറച്ചും കൂടെ എനർജി വേണം, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിച്ചു, അപ്പോൾ എനിക്ക് വീണ്ടും ആസ്മ കയറി, അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നം വന്നുകൊണ്ടാണ് വീണ്ടും നമ്മൾ കുറച്ച്, ഇപ്പോൾ ഞാൻ ഡേ തുടങ്ങിയേ ഉള്ളൂ, ഇപ്പോൾ എണീറ്റ് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് കുടിക്കുന്നത് ഇതിനകത്ത് ഒരു സ്കൂപ്പ് ഗ്ലൂട്ടമിനും ഉണ്ട്, EAAs. ഗ്ലൂട്ടമിൻ മാത്രം അൺഫ്ലേവേർഡ് ആയിരുന്നു. സോ നമ്മുടെ EAAസിൻ്റെ ഫ്ലേവർ ബ്ലഡ് ഓറഞ്ചാണ്, അപ്പോൾ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ. അപ്പം ഇത് വെച്ച് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്ന മുന്നേ ഇപ്പോൾ ഞാനിവിടെ എൻ്റെ EAAs ഇവിടെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കുടിച്ച് തീർക്കാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ ഒരു 20 to 30 minutes അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു ടൈമിലാണ് എനിക്ക് അത്യാവശ്യം ഓൺലൈൻ ട്രെയിനിങ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ എല്ലാം വിളിച്ച് അവരുടെ അപ്ഡേറ്റ്സ് എന്താണ്, ലൈക്ക് ബോഡി വെയ്റ്റ്സ് എങ്ങനെ ചേഞ്ച് ആകുന്നു, ഇല്ലെങ്കിൽ ഈ ഒരു സമയത്തായിരിക്കും ഞാൻ അവരുടെ ഡയറ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ലെറ്റ്സ് സേ അവരുടെ വർക്കൗട്ട്സ് ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും വലിയൊരു ഒരു ഡ്രോബാക്ക്, ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് തന്നെ ലൈക്ക് അവരെന്ത് ചെയ്യുന്നു, ടൈമിങ്ങിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഞാൻ UK ടൈമിലായിരിക്കും, ചിലർ നാട്ടിൽ നിന്നായിരിക്കും, ചിലർ UAE നിന്നായിരിക്കും, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് അവരെ എപ്പോഴും നമ്മൾ വിളിച്ച് മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ അയച്ചു തരുന്ന വീഡിയോസിനെ ബേസ് ചെയ്ത് അപ്പോൾ അവരുടെ ഫോം കറക്റ്റ് ആക്കുന്നതാണ് ഏറ്റവും വലിയൊരു പാടെന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുത്താലും ചില സമയത്ത് അവർ അത് തന്നെയായിരിക്കണം ചെയ്യണമെന്നില്ല. ഇപ്പോൾ അവരുടെ മിസ്റ്റേക്ക് അല്ല, ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും സംഭവിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഐഡിയലി ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇൻ ദ ഫ്യൂച്ചർ ഞാൻ ഓൺലൈൻ ട്രെയിനിങ്ങുകൾ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഇൻ പേഴ്സൺ മാത്രം എടുക്കും. കാരണം എനിക്ക് കറക്റ്റായിട്ട് നോക്കി അവിടെ നിൽക്കുകയും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇവരെന്താണ് ചെയ്യുന്നത്. കാരണം ഓരോരുത്തരുടെ ചിലപ്പോൾ ഫോമിന് ചിലപ്പോൾ വ്യത്യാസം കാണും. നമ്മുടെ ജെനറ്റിക്സിനെ ബേസ് ചെയ്ത് നമ്മുടെ ഒരു അനാട്ടമി ഉണ്ട്, നമ്മുടെ അനാട്ടമി ബേസ് ചെയ്ത് നമ്മുടെ സ്റ്റാൻസുകൾ, നമ്മൾ കൈ പിടിക്കേണ്ട രീതി എല്ലാം വ്യത്യാസമായിരിക്കും. സോ ഇപ്പോൾ നമുക്കിവിടെ ഏറെക്കുറെ എന്നിട്ട് എത്ര പേരുണ്ട്, 2, 4, 6, 8, 10, 12, 14, 16, 18 പേരുണ്ട്. അപ്പം ഇനി ഓരോരുത്തരായിട്ട് ഞാൻ വിളിക്കട്ടെ. ഇതിന് മേലോട്ട് കുറച്ച് സോൾട്ടും ഒരു കുറച്ച് പെപ്പറും, അതുപോലെ തന്നെ ഞാനിത് 6 ഞാൻ ഹോളക്സ് തന്നെയാണ് എടുക്കുന്നത്. 50 grams ആണ് അറൗണ്ട് എൻ്റെ ഫാറ്റ് ഇൻടേക്ക് വരുന്നത് ഡെയിലി. അപ്പോൾ ആ ഫാറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് കഴിച്ചു തീർക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞപ്പം ചിലരുടെ ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ബോഡിയിൽ ഫാറ്റ്സ് കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഫാറ്റ്സ് കഴിച്ചാൽ എങ്ങനെ കട്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ ബോഡിയിൽ ഗുഡ് ഫാറ്റ്സും ഉണ്ട്, ബാഡ് ഫാറ്റ്സും ഉണ്ട്. അപ്പം എന്നുവെച്ചാൽ നമ്മൾ എക്സ്ട്രാ കഴിക്കുന്ന എല്ലാ ഫുഡുകളും, അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ടതിലും കൂടുതൽ നമ്മൾ എന്ത് കഴിച്ചാലും, അതിപ്പം ഫാറ്റ്സ് തന്നെ ആയിരിക്കണമെന്നില്ല, നിങ്ങൾ കാർബിൽ നിന്ന് കഴിച്ചാലും പ്രോട്ടീനിൽ നിന്ന് കഴിച്ചാലും എക്സ്ട്രാ ചെല്ലുന്ന എല്ലാം ബോഡി അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫാറ്റ്സ് ആയിട്ടാണ്. മാത്രമല്ല ഗുഡ് ഫാറ്റ്സിൻ്റെ എമൗണ്ട് ഒരു ലിമിറ്റ് വരെ ബോഡിയിൽ വേണം. ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് സയൻറ്റിഫിക്കലി കണ്ടുപിടിച്ചേക്കുന്ന എനിക്ക് തോന്നുന്നു 3% താഴെയാണെന്ന് തോന്നുന്നു. 3% താഴോട്ട് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് പോയാൽ ആളുടെ ബോഡി ഫങ്ഷനിങ് എല്ലാം ഭയങ്കര അൺസ്റ്റേബിൾ ആകും, മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അത്ര എക്സ്ട്രീം പുഷ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളെക്കൊണ്ട് പുഷ് ചെയ്യാൻ പറ്റും, പക്ഷേ ചെയ്യരുത്. അത് മരണത്തിന് വരെ കാരണമാകാം. സോ ചെയ്യരുത്. എനിക്ക് പേഴ്സണലി ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 grams ഓഫ് ഫാറ്റ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ബോഡി പെർഫെക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യും. അറ്റ്ലീസ്റ്റ് 50 grams. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് ഇനി ചിലപ്പോൾ താഴോട്ട് പോകാൻ പറ്റും. ഞാൻ നേരത്തെ 30 ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്നേരം എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ലൈക്ക് ത്രൂ ഔട്ട് ദ ഡേ ഭയങ്കര ക്ഷീണമായിരിക്കും.
അത്രയും എനിക്ക് ലോങ് ടൈമിനകത്തേക്ക് എനിക്ക് സസ്റ്റൈനബിളായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ്. അപ്പം 50 grams ഓഫ് ഫാറ്റ്സ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ടാർഗറ്റ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനുള്ള വൈറ്റമിൻസ് ആയിട്ട് ഇവിടെ മഗ്നീഷ്യം ഉണ്ട്, വൈറ്റമിൻ ഇ ഒരു ക്യാപ്സ്യൂളുണ്ട്, D3 ഒരു ക്യാപ്സ്യൂളുണ്ട്, omega-3 ഡെയിലി 3 എണ്ണമാണ്. അപ്പോൾ അതിൽ ഒരു ക്യാപ്സ്യൂൾ ഇപ്പോൾ എടുക്കും. വൈറ്റമിൻ ബി ഉണ്ട്, ഒരു സിങ്ക് ഉണ്ട്, ഡൈജഷന് വേണ്ടിയുള്ളൊരു ക്യാപ്സ്യൂളുണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ഒരു വൈറ്റമിൻ എ ഉണ്ട്, പിന്നെ മൾട്ടി വൈറ്റമിൻ ഒരു ക്യാപ്സ്യൂളും ഉണ്ട്. ഈ ഉള്ള വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ കഴിച്ചു തീർക്കണം. അപ്പോൾ ഇതിൽ 1-2 വൈറ്റമിൻസ്, ലെറ്റ്സ് വൈറ്റമിൻ ഡി ആണെങ്കിൽ ഫാറ്റ് സോലുബിളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി മുട്ട കഴിക്കുന്നതിനകത്ത് ഫാറ്റ്സ് ഉണ്ട്, അപ്പം അതിൻ്റെ കൂടുതൽ വേണം കഴിക്കാൻ, എന്തെങ്കിലും ഫാറ്റ് സോഴ്സിൻ്റെ കൂടുതൽ. പിന്നെ എല്ലാ മീൽസിൻ്റെ കൂടെയും ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ കുടിച്ച് തീർക്കുകയാണെങ്കിൽ ഡെയിലി ഹൈഡ്രേഷൻ ഓൺ പോയിൻ്റ് ആയിരിക്കും. പിന്നെ വർക്കൗട്ടിന് ചെല്ലുന്ന സമയത്ത് ഒരു 1/2 ലിറ്റർ അല്ലെങ്കിൽ മാക്സിമം 1 ലിറ്റർ അത് സിപ്പ് ചെയ്ത് വേണം കുടിക്കാൻ. ഒത്തിരി പെട്ടെന്ന് കുടിച്ചിറക്കാൻ നോക്കരുത്. അപ്പം അങ്ങനെ നമ്മൾ ഡെയിലി ഹൈഡ്രേഷനും ഓൺ പോയിൻ്റ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അറൗണ്ട് 1 hour കഴിഞ്ഞു. ഇനി ഈ ഒരു പോയിന്റ് ലെറ്റ്സ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ചിനും ഇടയ്ക്ക് ഒരു ഗ്യാപ്പില്ല, ലെറ്റ്സ് ഒരു 10:30 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു മീൽ പോസിബിൾ ആണെങ്കിൽ കഴിക്കേണ്ടത്. ഇപ്പം നമുക്ക് ലിവർ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്, ലിവർ എക്സ്ട്രാക്റ്റ് എന്നും പറഞ്ഞ് നമുക്ക് ക്യാപ്സ്യൂൾസ് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം വൈറ്റമിൻസ് എല്ലാം കൊണ്ട് ഡെൻസാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ലാസ്റ്റ് വീക്സിൽ നമ്മൾ ബോഡി അതുപോലെ ഡിപ്ലീറ്റ് ആയിരിക്കുന്നൊരു പോയിന്റിൽ നമുക്ക് ആ ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി, എനർജി കിട്ടാൻ വേണ്ടിയാണ് സാധാരണ ലിവർ എക്സ്ട്രാക്റ്റ് എന്നേരം എടുക്കുന്നത്. ലൈക്ക് ഓരോരുത്തരും ഓരോ റീസൺസിനാണ് എടുക്കുന്നത്. ഇതായിരുന്നു പേഴ്സണലി ഞാൻ ലിവർ എക്സ്ട്രാക്റ്റ് മേടിക്കാൻ നോക്കിയതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ മേടിക്കാൻ നോക്കിയിട്ട് മൈ പ്രോട്ടീൻ ഞാൻ മിക്കതും മേടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരുമിച്ച് മേടിക്കുമ്പോൾ ഒത്തിരി ഓഫറുകളുണ്ട്, എപ്പോഴും അവർക്ക് ഒത്തിരി ഓഫറുകളുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ അന്നേരം അങ്ങനെ ഓഫറുകളില്ലാഞ്ഞതുകൊണ്ട് ഞാൻ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി ലിവറായിട്ട് തന്നെ മേടിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ കുക്ക് ചെയ്ത് വെച്ചിരുന്നു, ലിവർ ഒരു ചെറിയ പോർഷൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിലൊരു 100 gram ലിവർ, ഓക്കെ അത് മതി. ഇനി ഒരു സ്കൂപ്പ് ഗ്ലൂട്ടമിനും എടുക്കണം. ഗ്ലൂട്ടമിൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ രാവിലെ തന്നെ തീർത്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്റ്റാക്കിൽ ഞാൻ പുതിയൊരു ഗ്ലൂട്ടമിൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സീൽ പൊട്ടിക്കുക, ഇതിൻ്റെ സ്കൂപ്പ് കണ്ടുപിടിക്കണം. അപ്രോക്സിമേറ്റ്ലി 5 grams എടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന സപ്ലിമെൻറ്റ്സിൽ ഫ്ലേവേഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, EAAs ഉണ്ട്, പിന്നെ വേറെ ഒന്നുമില്ല. ഗ്ലൂട്ടമിനും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അൺഫ്ലേവേഡ് തന്നെയാണ് മേടിച്ചേക്കുന്നത്. കാരണം മിക്കതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തായിരിക്കും കഴിക്കുന്നത്. ഇപ്പം ക്രിയാറ്റിനാണെങ്കിൽ അൺഫ്ലേവേഡാണ് മേടിച്ചേക്കുന്നത്. എടുക്കുവാണെങ്കിൽ പണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല വേ പ്രോട്ടീൻ മേളിൽ ഇരിപ്പുണ്ട്, അപ്പോൾ വേ പ്രോട്ടീൻ അകത്ത് ഇടുകയായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് വെള്ളം കുടിക്കുന്നതിൻ്റെ കൂടുതൽ ചുമ്മാ ഇടുകയാണ്. ഇനി അതല്ല, ഇലക്ട്രോലൈറ്റിന് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് തേങ്ങാവെള്ളമായിരുന്നു. അപ്പോൾ തേങ്ങാവെള്ളത്തിനകത്ത് ഞാൻ ഗ്ലൂട്ടമിൻ ഇടും. അപ്പോൾ നമുക്ക് ഫ്ലേവേഡ് ആണെങ്കിൽ തേങ്ങാവെള്ളത്തിന് ഇട്ട് ഞാൻ അറിയാമല്ലോ, വേറെ ഫ്ലേവറിൻ്റെ ചുവയും കൂടെ വരും. അപ്പം ഗ്ലൂട്ടമിൻ 5 gram. മൈക്രോവേവ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പം നമ്മുടെ 100 gram ലിവറും ഉണ്ട്, കുറച്ച് ഗ്ലൂട്ടമിനും ഉണ്ട്. ഇനി ഒരു ലെറ്റ്സ് ഇത് കഴിച്ച് കഴിഞ്ഞൊരു 1 hour അല്ലെങ്കിൽ 1.5 മണിക്കൂർ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലഞ്ച് കഴിക്കണം. ലഞ്ചിന് വേണ്ടി കുറച്ച് സ്റ്റേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം 2 പീസ് അറൗണ്ട് 250 grams വരും. അപ്പോൾ ചെറിയ 2 പീസുകളാണ്. സാധാരണ ഞാൻ മേടിക്കുന്ന വലിയ പീസാണെങ്കിൽ അറൗണ്ട് 200 grams വരും. അങ്ങനെയാണെങ്കിൽ മാത്രം ഒറ്റ പീസ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് 2 ചെറിയ പീസസാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു ഫോയിൽ വേണം. അവിടെ പ്രീഹീറ്റ് ആകാൻ വേണ്ടി നമ്മുടെ എയർ ഫ്രയർ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇത് ചുമ്മാ ഒന്ന് കഴുകിയെടുക്കണം. ഇതിൽ നമ്മൾ മസാല എന്ന് പറയാൻ മാത്രം അധികം അങ്ങനെ സ്പൈസസ് ആയിട്ടൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ട്
ഞാൻ ചെയ്യുന്നത് കുറച്ച് നേരത്തെ നമ്മൾ മുട്ടക്കിട്ടില്ലേ അതുപോലെ തന്നെ സെയിം പെപ്പർ ജസ്റ്റ് അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യുന്നു, ഒരു കുറച്ച് സോൾട്ട് ഇടുന്നു. എന്നിട്ട് എയർ ഫ്രയറിനകത്ത് വെക്കുന്ന ടൈമെന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി 18 മിനിറ്റ്സാണ്. 18 മിനിറ്റ്സിൽ 9 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഫ്ലിപ്പ് ചെയ്തിടും 2 പീസ് സ്റ്റേക്ക്. അപ്പോൾ ഇനി ഈ ഒരു ടൈം കൊണ്ട് കണ്ട് ഇവിടെ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അടുപ്പിച്ച് വെച്ചേ. ഇനി ഇതിനെ നമ്മൾ മൊത്തത്തിലെടുത്ത് അകത്തോട്ട് വെച്ചേ. ഇനിയിപ്പോൾ ഇവിടെ 180 ഡിഗ്രി 18 മിനിറ്റ് 9 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്യും. കഴിഞ്ഞ് നമ്മൾ 18 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ സംഭവം റെഡി ആയിരിക്കും. ഇനിയിപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നോർമലി കഴിക്കുന്ന പച്ചക്കറി എന്ന് പറയുന്നത് ഇതിനകത്ത് ചെറി ടൊമാറ്റോ ഇരിപ്പുണ്ട്. ചെറി ടൊമാറ്റോ ആണ് ഞാൻ ജനറലി എടുക്കുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ മേടിച്ചതിൽ ഇന്നലെ ഞാൻ എടുത്ത ഈ മിക്സഡ് സാലഡ് ഉണ്ടല്ലോ, ഈ സാലഡ് ഫുൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെനിക്ക് തീർക്കണം. ഇത് പെട്ടെന്ന് കേടാവും, അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് സാലഡ്സ് ആ സ്റ്റേക്കിൻ്റെ കൂടെ കഴിക്കും. പിന്നെ ലഞ്ചിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ലഞ്ചിൻ്റെ കൂടെ ഇനി സപ്ലിമെൻറ്റ്സ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒമേഗ 3 ഞാൻ പറഞ്ഞിരുന്നു 3 ക്യാപ്സ്യൂളാണ് പെർ ഡേ, അത് 3 ടൈംസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഓൾറെഡി ഒരു ഒമേഗ 3 കഴിച്ചു. അപ്പോൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ലഞ്ചിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഒമേഗ 3 കൊടുക്കും. നമ്മൾ സ്റ്റേക്ക് റെഡിയാകാൻ വെച്ചിട്ട് ഇപ്പോൾ അറൗണ്ട് 18 മിനിറ്റ്സ് ആകുന്നു. So let's see what we have here. So we got ഇത് കുറച്ച് നേരം കൂടി നമ്മൾ തുറക്കാതെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടി ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്ന് ഇച്ചിരിയും കൂടി നമ്മൾ ഈ ചുട്ടെടുക്കത്തില്ലേ ആ ഒരു സ്റ്റൈലായിരിക്കുമായിരുന്നു. അപ്പം ഇതും ഇതിനോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് പച്ചക്കറിയും വെക്കണം. അപ്പം ഇതിവിടെ നിൽക്കട്ടെ, ഞാൻ പോയി കുറച്ച് സാധനം എടുക്കട്ടെ. ഈ ഫോയിലിൻ്റെ ആവശ്യമില്ല. ഇതിനോട് നമ്മൾ ഒരു ഒമേഗ 3 ക്യാപ്സ്യൂളും കൊടുക്കും. നമ്മുടെ ലഞ്ച് റെഡി. അങ്ങനെ നമുക്കിനി അടുത്ത മീൽസ് എന്ന് പറയുന്നത് പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടും മീലാണ്. അപ്പോൾ പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടും മീല് പ്രോട്ടീൻ സോഴ്സ് വരുന്നത് ഞാനിപ്പോൾ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ലീൻ ഗ്രൗണ്ട് ബീഫ്, അതായത് സ്റ്റേക്കിൻ്റെ മറ്റേ ഒരു അരച്ച വേർഷൻ. ഇതിനും ഭയങ്കര മസാല എന്ന് പറയാനൊന്നുമില്ല. സോൾട്ട്, പെപ്പർ, അങ്ങനെ ബേസിക് കുറച്ച് സാധനങ്ങൾ, കുറച്ച് മഞ്ഞൾ, കുറച്ച് ഇഞ്ചിയുടെ പൊടി, അതെല്ലാം കൂടി ചുമ്മാ ഇളക്കി ഫ്രൈ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. പിന്നെ പ്രീ വർക്കൗട്ടായിട്ട് സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്, പ്രീ വർക്കൗട്ടായിട്ട് ഇവിടെ സപ്ലിമെൻറ്റ് ഒന്ന് ഞാൻ ടൈറോസിൻ എന്ന് പറഞ്ഞൊരു സാധനം മേടിച്ചിട്ടുണ്ട്. ടൈറോസിനും പിന്നെ പ്രോപ്പർ ഒരു പ്രീ വർക്ക് സപ്ലിമെൻറ്റും ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, നേരത്തെ ചാനൽ ചെയ്തുകൊണ്ടിരുന്നത് കോഫി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വർക്കൗട്ട് ഇല്ലാത്തത് കൊണ്ട് കോഫി തന്നെയാണ് എടുക്കുന്നത്. കോഫി വിത്ത് പിങ്ക് സോൾട്ട്, കുറച്ച് ഹണി. അല്ലാത്ത ദിവസമാണെങ്കിൽ പ്രീ വർക്കൗട്ട് ഒരു സ്കൂപ്പ്, പിന്നെ ടൈറോസിനും കൂടെ ഒരു സ്കൂപ്പ് ആയിരുന്നുണ്ട്. ടൈറോസിൻ അൺഫ്ലേവേർഡാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത്രമായിരിക്കും നമ്മുടെ പ്രീ വർക്കൗട്ട് ഫുഡുകൾ എന്ന് പറയുന്നത്. ഞാനത് ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ 1/2 കിലോ ബീഫ് മിൻസ് റെഡിയായി. അപ്പോൾ അതിൽ നേരെ പകുതി 250 ഗ്രാംസ് ഇപ്പോൾ ഇതിലോട്ട് എടുക്കുകയാണ്. ഇതിൽ 250 ഗ്രാം മിൻസും പിന്നെ ഇതിന് പകരം ടർക്കി മിൻസ് യൂസ് ചെയ്യാം, ചിക്കൻ ബ്രസ്റ്റ് യൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനെ എല്ലാം മാറി മാറി ഇടാറുണ്ട്. ചിലപ്പോൾ ഫിഷസും ആകാം, വൈറ്റ് ഫിഷസുകൾ. ഇതിൻ്റെ കൂടുതൽ നേരത്തെ പറഞ്ഞൊരു ഫുൾ ഹാൻഡ് ഓഫ് കുറച്ചും കൂടെ സാലഡ്സ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ സപ്ലിമെൻറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും അതേ കുപ്പി വിളിക്കട്ടെ.
വീണ്ടും ഒരു സ്കൂപ്പ് ഗ്ലൂട്ടമിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ. പിന്നെ അതിന് ജിമ്മൊന്നുമില്ല, വർക്കൗട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പ്രീ വർക്കൗട്ട് വേണ്ടി സപ്ലിമെൻ്റ് എടുക്കുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ കോഫി മാത്രം ഉണ്ടാക്കി കുടിക്കും. നമ്മുടെ നേരത്തെ മീല്, അതായത് പ്രീ വർക്കൗട്ട് മീൽ കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി. ഇത് ഞാൻ വർക്കൗട്ടിന് മുന്നേ എടുക്കുന്നൊരു സപ്ലിമെൻ്റാണ്. ഇത് ഇലക്ട്രോലൈറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സപ്ലിമെൻ്റ് ഇല്ലായിരുന്ന സമയത്ത് ഞാൻ തേങ്ങാവെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പം ഇതിൻ്റെ ഡോസേജ് പ്രകാരം 2 സ്കൂപ്പാണ്. അപ്പോൾ ഇത് 2 സ്കൂപ്പ് ഉണ്ടാക്കും, എന്നിട്ട് ഇത് കുടിക്കും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് വർക്കൗട്ട് മീലുണ്ട്. അത് കഴിഞ്ഞ് ഫൈനലി ഡിന്നറായിട്ടൊരു മീലും കൊണ്ട്. നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് പോവുകയാണ്. ജനറലി ഈ ടൈമിൽ ഞാൻ കഴിക്കുന്നത് 400 grams ഓഫ് എഗ് വൈറ്റ്സ്, അതിൻ്റെ അടുത്ത് കുറച്ച് ഫ്രൂട്ട് സോൾസ് ആയിരുന്നു. പക്ഷേ തൽക്കാലം നമ്മൾ കോമ്പറ്റീഷൻ എടുക്കുന്നതുകൊണ്ട് ഫ്രൂട്ട് സോൾസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ പുറത്തുനിന്ന് ചിലപ്പോൾ ഒരു മീൽ കഴിക്കുകയാണെങ്കിൽ മാത്രം ആ എഗ് വൈറ്റ്സ് കാണത്തില്ല, പകരം നേരത്തെ ഉണ്ടാക്കിയ ബാക്കി ബീഫിൻ്റെ മിൻസ് മാത്രമേ കഴിക്കുന്നുള്ളൂ. നമ്മളപ്പോൾ ബസ് കയറി വന്ന് ആ കാണുന്നതാണ് നമ്മുടെ എഡിൻബ്ര ക്യാസിൽ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ ഈ ഒരു ക്യാമറയുടെ സൂം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നടക്കാനൊരു ഗാർഡൻ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മളപ്പം ഇന്നത്തെ ഒരു ദിവസം ഞാൻ സ്റ്റെപ്പ് ട്രാക്ക് ചെയ്യാനോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഫുഡാണെങ്കിലും എനിക്ക് എനർജി മാക്സിമം കിട്ടുന്ന രീതിയിൽ കഴിക്കുക എന്നല്ലാണ്ട് നമ്മൾ ഇന്ന ഫുഡ് തന്നെ കഴിക്കണം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്ക് എനർജി ട്രെയിൻ ആകുമ്പോൾ ഞാൻ കൂടുതലും കഴിക്കുന്നൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ ലാമ്പാണ്. അപ്പോൾ ഇവിടെ ഞാൻ മോറിൽ നിന്ന് ലാമ്പിൻ്റെ ഒരു ബ്രെഡ് പോലത്തെ ഒരു സാധനം കിട്ടുമായിരുന്നു. അപ്പോൾ അത് കിട്ടുമെന്ന് ഓർത്തെ, പക്ഷേ മോർ ഓൾറെഡി അടച്ചിരിക്കുന്നു. പിന്നെ ഇപ്പോൾ സമയം ഓൾറെഡി 8:30 ആയി. അപ്പോൾ ഇവിടുത്തെ ഷോപ്പൊക്കെ അടയ്ക്കാനുള്ള സമയം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ താഴത്തെ കുറച്ച് സാധനങ്ങളും കൂടെ കാണിക്കാം. ഫേമസ് ഫോട്ടോഗ്രാഫർ കാത്രീൻ ഹെൻറി ചിറ്റിലപ്പള്ളി. ഈ കാണുന്ന കുറച്ച് ഏരിയാസ് കണ്ടോ, അവിടെ അങ്ങ് മേളിലാണ് ക്യാസിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവർ ഈ ഗാർഡൻ ഇത്ര ആൾക്കാർക്ക് വരാം, അതിലേക്കൂടെ വന്ന് ഇരിക്കാം. ഇതിനകത്തൂടെ ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണ് ഇവിടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്ന്, നമ്മളൊരു പിക്നിക് സ്പോട്ടെന്നൊക്കെ പറയത്തില്ല, പിക്നിക് സ്പോട്ട് പോലെ ഇവിടെ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ വിരിച്ചിട്ടിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കുക. നല്ലതാണ്, നാട്ടിൽ ഇങ്ങനെയൊക്കെ വരേണ്ടതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു സാധനവും എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കാൻ ആർക്കും അറിയത്തില്ല, എല്ലാം നശിപ്പിക്കാനല്ലേ അറിയുള്ളൂ. അപ്പം ആ ഒരു റീസൺ കൊണ്ടാണ് നാട്ടിലെ, എനിക്ക് തോന്നുന്നു, പുരോഗതിയുടെ കാര്യങ്ങളിലും ഇപ്പം കോമൺ പാർക്കുകൾ, സ്പേസുകളൊക്കെ മിക്കതും ഇല്ലാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇവിടെയാണ് പബ്ലിക് ജിമ്മുകൾ വെച്ചാൽ വന്ന് വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ തീരെ ഇല്ലെന്നല്ല കേട്ടോ, മിക്കയിടത്തും അത് കൊണ്ടുവരുന്നുണ്ട്. നമുക്കപ്പം ഇൻ ഡീറ്റെയിലായിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് നടന്ന് കാണാം എന്തൊക്കെയുണ്ടെന്ന്. ഇവിടുത്തെ ഹിസ്റ്റോറിക് എക്സാമ്പിൾസ്, ആർക്കിടെക്ചേഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഇവിടുത്തെ മിക്ക ബിൽഡിങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരു പഴയൊരു ഫീൽ കിട്ടും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മിക്ക ബിൽഡിങ്ങുകളും വെച്ചാൽ പഴയത് ഡിസ്ട്രോയ് ചെയ്തിട്ടില്ല, പുതിയതായിട്ട് അവർ വരുത്തേണ്ട ജസ്റ്റ് ചേഞ്ചസ് അതിൽ വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പഴയ ബിൽഡിങ്സ് നമ്മൾ റെനോവേറ്റ് ചെയ്യാന്ന് പറയത്തില്ല, അതുപോലെ ജസ്റ്റ് റെനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ എല്ലാ ബിൽഡിങ്ങും. പിന്നെ അതുപോലെ ഇടിഞ്ഞ് വീഴുമെന്നോ അല്ലെങ്കിൽ തീ പിടിക്കുന്നൊരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഇവരിത് പൊളിച്ച് കളഞ്ഞ് പുതിയത് പണിയുന്നത്. മോർ എക്സാമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ബിൽഡിങ്സ്. ഇപ്പോൾ ലെറ്റ്സ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇവിടുത്തെ മെയിൻ സ്റ്റോറുകളൊക്കെ കാണിക്കാം. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ യൂണീക്കിലോ അല്ലെങ്കിൽ അപ്പുറത്ത് എമാൻഡസ്, അല്ലെങ്കിൽ ഇനി കുറച്ചപ്പുറത്താണ് നമ്മുടെ മക്ഡൊണാൾഡ്സ്, അല്ലെങ്കിൽ അതിനപ്പുറത്ത് KFC, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഏത് കടയാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവരുടെ പഴയ ബിൽഡിങ്ങുകളാണ്. ഈ ബിൽഡിങ്ങുകളെല്ലാം ജസ്റ്റ് പുതുക്കിയേക്കുന്നതാണ് ഈ ഒരു കടയ്ക്ക് വേണ്ടി മാത്രം. നമ്മളിപ്പോഴും ബിൽഡിങ്ങിൻ്റെയൊക്കെ ഭംഗി കണ്ട് ഇതിലേക്കൂടെ ഫോട്ടോസ് എടുത്ത് നടക്കുകയാണ്. അപ്പം
ഇതിൻ്റെ നേരെ ഒന്ന് കുറച്ചപ്പുറത്തോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ബസ്സിലൊക്കെ പോകുമ്പോൾ അത് കണ്ടങ്ങ് പോകുന്നതല്ലാണ്ട് നമ്മൾ ഇതുവരെ അവിടെ കയറി എന്തുണ്ടെന്നോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഫുഡാണ് നമ്മളിതുവരെ നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് പ്രെപ്പിൻ്റെ ഒരു ടൈമിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഫുഡാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ 1-2 ഹോട്ടലിൽ കയറി ട്രൈ ചെയ്യാം. റെസ്റ്റോറൻറ്റ്സിൽ കയറി ട്രൈ ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ വെട്ടം ഉണ്ടല്ലോ, ഇവിടെ സമയം രാത്രി 9:15. ഇപ്പോൾ സമ്മർ ആയ ഒരു സ്ഥിതിക്ക് വെട്ടം വരുന്നതും നേരത്തെ വരും, അതുപോലെ ഈ വെട്ടം എല്ലാം പോകുന്നത് നല്ല താമസിച്ചുമാണ്. പക്ഷേ വിൻ്റർ ആകുമ്പോൾ നേരെ തിരിച്ചുമായിരിക്കും. അത്യാവശ്യം ഒരു വൈകുന്നേരം പോലും വേണ്ട, ഒരു ഉച്ച കഴിയുമ്പോൾ തൊട്ട് 1 മണി 2 മണി തൊട്ട് നല്ല ഇരുട്ടായിരിക്കും. ഇനിയിപ്പം നമ്മൾ തപ്പി റെസ്റ്റോറൻറ്റുകളൊന്നും വേറെ നല്ലൊന്നും ഇതുവരെ കിട്ടിയില്ല. നോക്കാം. റെസ്റ്റോറൻറ്റ് ഈറ്റിങ്ങിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില കടകളിൽ ഇവിടെ ഇങ്ങനെ കറക്റ്റ് മാക്രോസ് എത്രയെന്ന് എഴുതി വെക്കും. ഇതിപ്പോൾ എനിക്ക് സാൽമണാണ് വരുന്നത്, ഞാൻ ഓർഡർ ചെയ്യുന്ന സാൽമണാണ്. ഇതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യണം. പക്ഷേ ഇവർ എന്തിട്ടാണ് കുക്ക് ചെയ്തേക്കുന്നത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റഡ് കാലറീസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ സാൽമൺ. അവിടെ ഇതിൻ്റെ പേരെന്നറിയാം, ഇതിൽ ചിക്കൻ്റെ എന്തോ ഒരു സാധനമാണ്. പിന്നെ ഇവിടെ കുറച്ച് ഗ്രേവിയും ഇവിടെ നമുക്ക് കുറച്ച് റൊട്ടിയും കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മിൻസ് ഉണ്ടല്ലോ, അതായത് പ്രീ വർക്കൗട്ടായിട്ട് കഴിച്ചിരുന്നൊരു ഫുഡുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. ഇപ്പോൾ സമയം അറൗണ്ട് 10:30 ഇപ്പോൾ ബസ് കിട്ടിയേ ഉള്ളൂ. ഇവിടുന്ന് ഞാൻ വീട്ടിലെത്തണമെങ്കിൽ ഒരു 1/4 മണിക്കൂർ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിനി എന്നുള്ള മീൽ കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ നാളത്തേക്കൊരു നാളെയും വർക്കൗട്ടില്ല എനിക്ക്, പക്ഷേ പ്രീ വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു ടൈമിനത്തേക്ക് നമ്മൾ ആ ഫുഡ് കഴിക്കുന്നതായിരിക്കും. കാരണം ഇന്ന് ഞാനിപ്പോൾ അത് ചെന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ടൈമില്ല. ഞാനിപ്പോൾ പിന്നെയും രാത്രി ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ചെന്നിട്ട് നമ്മൾ കുറച്ച് സപ്ലിമെൻ്റ് എടുക്കും. സപ്ലിമെൻ്റ് എന്ന് പറയുമ്പം ഒരു സ്കൂപ്പ് ഗ്ലൂട്ടമിനും എടുക്കണം, പിന്നെ ക്രിയാറ്റിനും എടുക്കാനുണ്ട്. വേറെ ഒന്നും എടുക്കാനില്ലല്ലോ. ഒരു ഒമേഗ 3 ക്യാപ്സ്യൂൾ എടുക്കണം. കിടക്കുന്നതിന് മുന്നേ മഗ്നീഷ്യം സെപ്പറേറ്റ് ക്യാപ്സ്യൂളുണ്ട്, അതിന് മഗ്നീഷ്യം എടുക്കണം. അപ്പോൾ അത്രയും കൂടെ കഴിച്ച് നമ്മൾ ഡേ ഫിനിഷ് ചെയ്യുമായിരിക്കും. ചെന്നിട്ട് ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന്. എനിക്ക് തോന്നുന്നു അയൺ ഗമ്മീസ് ഇരിപ്പുണ്ട്, അതും എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം വീട്ടിലെത്തട്ടെ. ഇപ്പം ബസ്സിൽ കയറി. ഗ്ലൂട്ടമിൻ, ക്രിയാറ്റിൻ, അത് രണ്ടും ഓരോ സ്കൂപ്പ്. പിന്നെ അയൺ ഗമ്മീസ് ഇതുവരെ പൊട്ടിക്കാത്തൊരെണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ അയൺ ഗമ്മീസിൽ ഇതിൽ എത്രയാണ് ഡോസേജ്? 2 ഗമ്മീസ് ഡെയിലി. അപ്പം ഇതിൽ നിന്ന് 2 ഗമ്മീസ്, പിന്നെ നമുക്ക് ഒമേഗ 3 ഇനി ഒരെണ്ണം കൂടെ കഴിക്കാനുണ്ട്. പിന്നെ കിടക്കുന്നതിന് മുന്നേ ഒരു മഗ്നീഷ്യം ടാബ്ലറ്റ്. അപ്പോൾ ഇത്രയും കൂടെ എടുത്തിട്ട് നമ്മൾ ഡേ ഫിനിഷ് ചെയ്യുവാണ്. സോ ഐ വിൽ സീ യു ഇൻ അനദർ വ്ലോഗ്.